ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന 2 കംപ്ലയിൻറ്റുകൾ. ഒന്ന് പെട്രോളിൻ്റെ സ്മെല്ല്, അതായത് പെട്രോൾ ഓവർഫ്ലോ പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെയിൻ സ്പോക്കറ്റ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ചെയിൻ സ്പോക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കി. നമുക്കിതുമേ കിടക്കണത് കമ്പനി ചെയിനൊന്നുമല്ല, IFB എന്ന് പറയുന്ന ചെയിനാണ്. പക്ഷേ നമുക്കത് കുറച്ചും കൂടിയൊക്കെ ഉപയോഗിക്കാനുണ്ട് കേട്ടോ. ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കാനുണ്ട്. പരമാവധി ഉപയോഗിച്ചതിന് ശേഷം മാറ്റിയിട്ടാൽ മതി. ഞാനിപ്പോൾ അത് അഴിച്ച് ചെക്ക് ചെയ്താണ്. നിലവിൽ സ്പോക്കറ്റ് അത്യാവശ്യം കുഴപ്പമില്ല, അതായത് ടൈറ്റ് ചെയ്താൽ കിട്ടും, നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. അപ്പോൾ മാക്സിമം ഉപയോഗിച്ച് തീർന്നതിന് ശേഷം നമുക്ക് മാറ്റിയാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ടൈറ്റ് ചെയ്യാനുണ്ട്, അത് ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി കേട്ടോ. അതിപ്പോൾ മാറ്റണമെന്നില്ല. നമുക്ക് മാറ്റിയിടുന്ന സമയത്ത് കമ്പനി ഹോണ്ടയുടെ ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ പെട്രോൾ ഓവർഫ്ലോവുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റിന് വേണ്ടി നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാർബറേറ്റർ ഇതിന് മുമ്പ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തതാണ്. ഇതിനകത്ത് നമ്മൾ ക്ലോസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാവും കേട്ടോ. അതായത് കാർബറേറ്ററിൻ്റെ അടിയിലത്തെ കപ്പാണ് ഈ കാണുന്നത്. അതായത് ഇതിനകത്താണ് പെട്രോൾ വന്ന് കിടക്കണേ. അതിൻ്റെ ആ പെട്രോൾ കിടന്ന് മെൽറ്റ് ആയേക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ഫംഗസ് പിടിച്ച് പൊടി പോലെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാലേ ഇപ്പോഴത്തെ പെട്രോളിൽ വന്നേക്കണ ഒരു കെമിക്കൽ ആഡിങ്, അതായത് എത്തനോളാണ് ഇപ്പോൾ ശരിക്കും നമുക്ക് പെട്രോളിൽ 20% ഉള്ളത്. അതായത് 1 ലിറ്റർ പെട്രോൾ മേടിച്ചാൽ 800 മില്ലി പെട്രോളാണ് നമുക്ക് നിലവിലുള്ളൂ. ബാക്കി എത്തനോളാണ് 200 മില്ലി അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ വന്നത്. കാരണം അത് വാട്ടർ കണ്ടൻറ്റ് കൂടുതൽ, അതായത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ, ഈ ഒരു ലിക്വിഡാണ് ഈ പറഞ്ഞ എത്തനോൾ എന്ന് പറഞ്ഞത്. അത് ശരിക്കും അതും പെട്രോളിനും കൂടി മിക്സ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ മിസ്റ്റേക്കാണ് മൊത്തം വന്നേക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്ലോജറ്റൊക്കെ ഓൾറെഡി ഇപ്പോൾ ബ്ലോക്കാണ്. സ്ലോജറ്റ് മാറ്റിയിടാം. ഇങ്ങനെ വന്ന കേസിൽ സ്വാഭാവികമായിട്ടും വന്ന 2 കംപ്ലയിൻറ്റുകളാണ്. ഒന്ന് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് വരും, രണ്ടാമത് വരുന്നത് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വരും. ഇപ്പം നിലവിൽ വണ്ടി നല്ല രീതിയിൽ മിസ്സിങ് കാണിക്കുന്നുണ്ട്. അതും തന്നെയല്ല, പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ഇടയ്ക്ക് സ്മെല്ലിൻ്റെ കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിലാണ് ഇറങ്ങുള്ളൂ എന്നൊക്കെ പറയാം. നമ്മൾ ടാപ്പിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ടാപ്പൊക്കെ വർക്ക് ചെയ്യുന്നത് കറക്റ്റാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ഈ കാർബറേറ്ററിൽ നിന്ന് ഓവർഫ്ലോ വന്നത് തന്നെയാണ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള റീസൺ കേട്ടോ. ഇപ്പം നമുക്ക് ഇതുമേ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. കാർബറേറ്റർ ക്ലീനർ എന്ന് പറയുമ്പോൾ ഒരു സ്പ്രേ ആണ്. അതായത് സ്പ്രേ അടിച്ച് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ഈ ഇതേപോലെ വരണം. ഇപ്പോൾ നോക്കുമ്പോൾ വെള്ള കളറിൽ പൊടി പോലെ വന്നിട്ടുണ്ട്. അത് ശരിക്കും ദ്രവിച്ചു പോകണമാണ് ഈ സംഭവം. അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യുക. ഈ സ്ലോജറ്റ് ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുക. വീണ്ടും പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. ഏകദേശം 5000 തുടങ്ങി 5500 അടുത്ത് നമുക്ക് ചിലവ് വന്ന സംഭവമാണ് ഈ കാർബറേറ്റർ അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ പരമാവധി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പുതിയ കാർബറേറ്റർ മേടിച്ച് വെച്ചു എന്ന് കരുതാം. പുതിയ കാർബറേറ്റർ വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് ഈ പറഞ്ഞ രീതികളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതികളെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മാർഗ്ഗമില്ല, കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ. വില അത്ര ഉള്ളത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ കേസ്. കാരണം പുതിയ കാർബറേറ്റർ വെച്ചിട്ടും വണ്ടികളിൽ ഇതേപോലെ തന്നെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് സംഭവിക്കും മെയിൻ കോംപ്ലിക്കേഷനായിട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഉപയോഗിക്കാണ്ട് ചിലപ്പോൾ ഒരു 1-2 ദിവസം കയറ്റി വയ്ക്കുക, ഒരാഴ്ചയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും. കാരണം ആ പെട്രോൾ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെളിയുടെ രൂപത്തിലേക്ക് വരും, വഴു എന്നുള്ള സിറ്റുവേഷനിൽ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ജെറ്റുകളൊക്കെ ബ്ലോക്കായി പോകും. ഫ്ലോട്ട് വാൽവും അതിൻ്റെ ഉള്ളിൽ പെട്രോൾ വന്ന് നിൽക്കുന്നുണ്ടാവും, അവിടെയും പ്രോബ്ലംസ് വരും. അങ്ങനെയാണ് മെയിൻ ഒരു കംപ്ലയിൻറ്റ്സ് വന്നതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. അതിന് ശേഷം ഓവർഫ്ലോ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. 100% നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോൾ വന്നതിലും കൂടുതലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ മാറ്റി വയ്ക്കുക തരുള്ളൂ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് പറഞ്ഞ പോലെ നമുക്ക് ടൈറ്റ് ചെയ്തിടുക, പിന്നീട് നമുക്ക് മാറ്റിയാലും മതി. ഇപ്പം മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. വീഡിയോ ഓൺ ടൈം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ. ഞാൻ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ.